ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ആക്നെ നിങ്ങളെ വിട്ടു പോകില്ല. 1. അമിതമായി മുഖം കഴുകുന്നത്. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും നമ്മൾ അമിതമായി മുഖം കഴുകുന്നത് മുഖക്കുരു ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് മുഖം കഴുകുമ്പോൾ ഇത് സ്കിൻ ബാരിയറിനെ കോംപ്രമൈസ് ആക്കുകയും സ്കിൻ കൂടുതൽ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് നമ്മുടെ ചർമ്മം തന്നെ എക്സസ് ആയിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യും. ഈ എക്സസ് ആയി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെബാണ് നമ്മുടെ മുഖക്കുരു വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് ഒരു ഡെയിലി 2 തവണ ഒരു മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മുഖം വാഷ് ചെയ്യുക. 2. സ്ട്രെസ്സും ഉറക്കക്കുറവും. നമ്മൾ കൃത്യമായി ഉറങ്ങിയിട്ടില്ലെങ്കിലും അമിതമായ മാനസിക സമ്മർദ്ദമുള്ള സമയത്തും നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കോർട്ടിസോൾ നമ്മുടെ ചർമ്മത്തിൽ സെബം പ്രൊഡക്ഷൻ കൂട്ടുകയും അത് മുഖക്കുരുവിന് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാർ യോഗ, മെഡിറ്റേഷൻ പോലുള്ള മൈൻഡ് റിലാക്സിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. ആവശ്യമെങ്കിൽ മെഡിക്കേഷൻസ് കൊടുക്കുക. ചുരുങ്ങിയതൊരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. 3. താരൻ. പല ആളുകൾക്കും അറിയില്ല മുഖക്കുരു വരുന്നതിന്റെ ഒരു പ്രധാന കാരണം താരനാന്നുള്ളത്. നമ്മൾ തല ചീകുന്ന സമയത്ത് നമ്മുടെ തലയിലെ താരൻ മുഖത്ത് വീഴുകയും ഇത് നമ്മുടെ മുഖത്തുള്ള പോർസ്, അതായത് സുഷിരങ്ങളെ അടയ്ക്കുകയും ചെയ്യുന്നു. ഈ അടഞ്ഞ സുഷിരങ്ങളിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അത് മുഖക്കുരുവായിട്ട് മാറുന്നത്. അതുകൊണ്ട് താരനുള്ള ആൾക്കാർ ആദ്യം താരനുള്ള ട്രീറ്റ്മെന്റും കൂടി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ 3 പോയിന്റ്സും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.